കുമാറിലേക്ക് വരുന്നതിന് മുമ്പ് നിതിൻ അംബുജനിലേക്ക് പോവുകയാണ്. നിതിൻ അംബുജൻ, NDA വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 400-ലധികം സീറ്റുകൾ എന്നുള്ള അവകാശവാദം, മോദി ഗ്യാരണ്ടി, സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം മോദി നയിക്കുന്ന കാഴ്ച, ഇതൊക്കെ നമ്മൾ കണ്ടു. മറുഭാഗത്താണെങ്കിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇനിയും സീറ്റ് ധാരണയുടെ കാര്യത്തിൽ ചിലയിടങ്ങളിൽ കൂടി അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 100-ൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. ഇനി വളരെ വേഗത്തിൽ തിരക്കിട്ട ചർച്ചകൾ, അങ്ങനെയല്ലേ നിതിൻ അംബുജൻ? റിജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം തിരക്കിട്ട ചർച്ചകൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങൾ നടക്കും. ഒരുപക്ഷെ നാളെ തന്നെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനാണ് സാധ്യത. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ ഇതിനും നടക്കുന്നുണ്ട്. മാത്രമല്ല, സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്നുകൊണ്ട് വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള ചർച്ചകൾ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ്. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ കോൺഗ്രസിന്റെ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് സമിതി നടക്കും. അതോടൊപ്പം തന്നെ BJPയുടെയും 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് സമിതി വൈകാതെ തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP 2 ഘട്ടങ്ങളിലായി 270 സ്ഥാനാർത്ഥികളെ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ 82 സ്ഥാനാർത്ഥികളെ മാത്രമേ 2 ഘട്ടങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളുമായുള്ള സീറ്റ് ധാരണ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ പലതുമുണ്ട്. അതിൽ ബീഹാറാണ് ശ്രദ്ധേയമായൊരു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംസ്ഥാനം. നമുക്കറിയാം, ബീഹാറിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ ശില്പി തന്നെ പിന്നീട് ഇന്ത്യ സഖ്യത്തിൽ പിന്മാറി NDAയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആകെ തന്നെ തകിടം മറിയുകയും അതിനുശേഷം RJDയുമായുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോഴും അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. അതിൽ ഏറ്റവും രാഷ്ട്രീയ നീക്കം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ബീഹാറിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ബീഹാറിലെ NDA സഖ്യത്തിൽ ഇതിനും തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുമ്പോൾ BJP കൂടാതെ JDU, അതോടൊപ്പം തന്നെ ചിരാഗ് പസ്വാന്റെ LJP അടക്കമുള്ള പാർട്ടികളിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുമ്പോൾ 5 സീറ്റുകളാണ് ചിരാഗ് പസ്വാന് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിലടക്കം ചില അതൃപ്തികൾ എന്തായാലും ചിരാഗ് പസ്വാൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിരാഗ് പസ്വാന്റെ പാർട്ടിയെ NDAയിൽ നിന്ന് അടർത്തി അതിനുശേഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ ബീഹാർ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഏതാണ്ട് 10 സീറ്റുകൾ വരെ ബീഹാറിൽ ഇപ്പോൾ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് LJPക്ക്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തായാലും ബീഹാറിൽ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിതിൻ അംബുജനിലേക്ക് വീണ്ടും എത്താം. ചില പ്രതികരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ നേരിടാൻ പോകുന്നുവെന്നാണ് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K. സുധാകരന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സജ്ജമാണ്. കേരളത്തിൽ 20 സീറ്റിലും UDF വിജയിക്കുമെന്നും K. സുധാകരൻ പറഞ്ഞു. ഏത് തീയതിയായാലും അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് എന്ത് തെരഞ്ഞെടുപ്പ് തീയതിക്ക് പ്രത്യേകത? ഒരു പ്രത്യേകതയുമില്ല. ഓണത്തിനും വിഷുവിനും അതുപോലെ പെരുന്നാളിനും വരരുത് എന്ന് തൊഴിച്ച് വേറെ നമുക്കൊരു വിഷയമില്ലല്ലോ നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് നമ്മൾ വളരെ സാറ്റിസ്ഫൈഡാണ്, നമ്മളെല്ലാം പ്രിപ്പയർഡാണ്. എനിക്ക് വന്നിടത്തോളം നല്ല ആത്മവിശ്വാസമാണ്, നല്ല പിന്തുണയാണ്, നല്ല പിൻബലമാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത തുറയിൽ നിന്ന് പോലും എനിക്ക് നല്ല പിൻബലം വന്നിട്ടുണ്ട്. പൂർണ്ണമായി തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. 97 കോടി വോട്ടർമാർ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ പോകുന്നു. S. വിജയകുമാർ കൂടി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയകുമാർ, നേരത്തെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകളെക്കുറിച്ച് വിശകലനം ചെയ്യുകയായിരുന്നു നിതിൻ അംബുജൻ. NDAയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇത്തവണത്തെ പ്രതീക്ഷ ഏതു തരത്തിലാണ്? ദക്ഷിണേന്ത്യ കൂടി കണ്ണുവെച്ചുകൊണ്ടുള്ള സജീവമായ പ്രചാരണം NDAയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സീറ്റ് നില വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവെക്കുന്നത് കണ്ടു. ഹിന്ദി ഹൃദയഭൂമിയിൽ പരമാവധി സീറ്റുകൾ ഇതിനോടകം തന്നെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 400 എന്ന മോദിയുടെ പ്രഖ്യാപനത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയ്ക്ക് എത്രത്തോളം അടിസ്ഥാനമുണ്ട്? S. വിജയകുമാർ. റിജിത്ത്, NDA വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഉത്തർപ്രദേശും ബീഹാറും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അതായത് ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, ഈ സംസ്ഥാനങ്ങൾ 1ാം ഘട്ടം മുതൽ 7ാം ഘട്ടം വരെ, അതായത് 7 ഘട്ടങ്ങളിലും ഈ സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നുണ്ട് എന്നത് ഒരു കൗതുകം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമയക്രമം പരിശോധിക്കുമ്പോൾ 1ാം ഘട്ടം മുതൽ 7ാം ഘട്ടം വരെയുള്ള എല്ലാ സ്റ്റേജിലും ഉത്തർപ്രദേശും ബീഹാറും ബംഗാളും അവിടുത്തെ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ വലിപ്പം, അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാവാം ഈ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ആ മട്ടിലൊരു സമയക്രമം തയ്യാറാക്കിയിരിക്കുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ താരപ്രചാരകർക്കൊക്കെ വേണ്ടി അത്തരം സമയക്രമം തയ്യാറാക്കി എന്ന വിമർശനം മുൻകാലങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും അത് നമുക്ക് കാത്തിരിക്കാം എന്താണ് അക്കാര്യത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്നത്. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആദ്യഘട്ടം ഏപ്രിൽ 19-ന്, നമ്മൾ പലതവണ ആവർത്തിച്ചതുപോലെ ഏപ്രിൽ 26-ന് 2ാം
ഘട്ടത്തിലാണ് കേരളം വിധി എഴുതുന്നത്. മൂന്നാം ഘട്ടത്തും മെയ് 7, നാലാം ഘട്ടം മെയ് 13, അഞ്ചാം ഘട്ടം മെയ് 20, ആറാം ഘട്ടം മെയ് 25, 7 ജൂൺ 1, ജൂൺ 4 ഫലപ്രഖ്യാപനം. 22 സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെ 22 സംസ്ഥാനങ്ങളാണ് ഒറ്റഘട്ടമായി വിധി എഴുതുന്നത്. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 543 ലോക്സഭാ മണ്ഡലങ്ങൾ അങ്ങനെ വിധി എഴുതാൻ ഒരുങ്ങുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടിയുള്ളത്, ഏതാണ്ട് 41 ദിവസമുണ്ട് തെരഞ്ഞെടുപ്പിന്. നമ്മളുടെ കൊടും ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രചാരണം നടത്തുക, കൂടുതൽ ദിവസം പ്രചാരണത്തിനായി കിട്ടുന്നു എന്നത് മറ്റൊരു തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സാമ്പത്തിക ചെലവ് ഒരു ഘടകം, ഈ കടുത്ത വേനലിനെ പ്രതിരോധിച്ച് പ്രചാരണ രംഗത്ത് സജീവമാകുക എന്നത് മറ്റൊരു ബുദ്ധിമുട്ട്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് കേരളത്തിൽ കടുത്ത പരീക്ഷണത്തിൻ്റെ ഏതാണ്ട് 41 ദിവസങ്ങൾ എന്ന് നമുക്ക് പറയാം. ആ മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു കൗതുകമുള്ളത്, നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാലും 38 ദിവസം നമ്മൾ കാത്തിരിക്കണം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് വേണ്ടി. അങ്ങനെ 38 ദിവസത്തെ കാത്തിരിപ്പ്, ആര് അധികാരത്തിലേക്ക് വരുമെന്നറിയാൻ. അത് കേരളം സ്ഥിരമായി നമ്മൾ ഈ 1-2 ഘട്ടങ്ങളിലൊക്കെ വോട്ട് ചെയ്തു പോവുകയും പിന്നീട് ഒരു മാസം കാത്തിരിക്കേണ്ടി വരികയും ചെയ്യുന്നത് ആദ്യത്തെ സംഭവമല്ല. ആ ചരിത്രം ഇവിടെ ഇത്തവണ ആവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. 41 ദിവസം കഴിയും നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. നേരത്തെ പറഞ്ഞതുപോലെ അത് ഉയർത്തുന്ന, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉയർത്തുന്ന പരീക്ഷണം ചെറുതല്ല. റീജിത്ത് ചോദിച്ചതുപോലെ NDA സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJPയും NDAയും. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ കക്ഷികളെ, പണ്ട് ഉണ്ടായിരുന്നവരും ഇടയ്ക്ക് BJPയോട് എതിർത്തവരുമൊക്കെ, ഉദാഹരണത്തിന് ത്രിപുരയിൽ തിപ്രമോദ, അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തലവേദന ഉണ്ടാക്കിയവരാണ്. അതിനെ അതിജീവിച്ചാണ് BJP അവിടെ കേവല ഭൂരിപക്ഷം തികച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും തിപ്രമോദ ത്രിപുരയിൽ BJP സർക്കാരിൻ്റെ ഭാഗമാകുന്നു, NDAയിൽ എത്തുന്നു. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും അവർ ഒരുമിച്ച് മത്സരിക്കാൻ പോകുന്നു. അങ്ങനെ ബിജു ജനതാദൾ BJPയുമായി സഖ്യമുണ്ടാക്കിയേക്കും എന്നാണ് കേൾക്കുന്നത്. ആ സഖ്യ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് പറയുന്നു. ആന്ധ്രയിൽ തെലുങ്കുദേശം പാർട്ടിയും പവൻ കല്യാണിൻ്റെ ജനസേനയും NDAയ്ക്കൊപ്പം ചേർന്നിരിക്കുന്നു. അത് TDP ജനസേന BJP സഖ്യമായി അവിടെ മത്സരിക്കുന്നു. ആന്ധ്രയിൽ ജഗൻമോഹനുമായി നല്ല ബന്ധമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ ബന്ധം കുറച്ചു കാലത്തേക്ക് കാർപ്പറ്റിനടിയിൽ വെച്ചിട്ടായിരിക്കാം BJP ചന്ദ്രബാബു നായിഡുമായി ഒരു ഇടവേളയ്ക്ക് ശേഷം സഹകരിക്കുന്നത്. NDAയുടെ തുടക്കത്തിൽ, NDA രൂപീകരണ കാലത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു ചന്ദ്രബാബു നായിഡു. പിന്നീട് പല കാരണങ്ങളിൽ NDAയിൽ നിന്ന് അകന്നു. BJP വിരുദ്ധ ചേരി ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈയെടുത്തു ഇടയ്ക്ക്. അതിനുശേഷം വീണ്ടും അദ്ദേഹം NDAയിലേക്ക് തിരിച്ചെത്തുന്നു. തമിഴ്നാടാണ് BJP പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സംസ്ഥാനം. അവിടെ നല്ല സഖ്യകക്ഷികളെ BJPക്ക് കിട്ടിയിട്ടില്ല. പട്ടാളി മക്കൾ കക്ഷി എന്ന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയെ കേന്ദ്രീകരിച്ച് ഡോക്ടർ രാംദാസും അൻപുമണി രാംദാസും ഒക്കെ നേതൃത്വം നൽകുന്ന PMK കേന്ദ്രീകരിച്ചാണ് തമിഴ്നാട്ടിൽ BJPയുടെ കൊങ്കുനാട്ടിലെ ചർച്ചകളാകെ മുന്നോട്ട് പോകുന്നത്. PMK ഒരു കാലത്ത് NDAയുടെ സജീവ കക്ഷിയായിരുന്നു, പിന്നീട് BJPയിൽ നിന്ന് അകന്നതാണ്. അവരെ തിരികെ കൊണ്ടുവരാൻ BJP നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സഖ്യ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ കൂടുതൽ ചെറു പാർട്ടികളെ NDAയിലേക്ക് കൊണ്ടുവന്ന് മുന്നണി വിപുലീകരിക്കുന്നു. ഇത്തവണ 400-ലധികം എന്നതാണ് BJPയുടെ മുദ്രാവാക്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലായിടത്തും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സർക്കാരിന് 370 എന്നതാണ് BJP ഒറ്റയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ വന്ന അഭിപ്രായ സർവേകളൊക്കെ BJPക്ക് 300-ലധികം സീറ്റ് എന്നത് പറയുന്നുണ്ട്. 350-ൽ കൂടുതൽ സീറ്റോടെ NDA അധികാരത്തിൽ വരുമെന്നാണ് ഈ അഭിപ്രായ സർവേകളൊക്കെ പറയുന്നത്. ഇലക്ടറൽ ബോണ്ട് വിവാദം, CAA ഉയർത്തുന്ന ഏതെങ്കിലും തരത്തിൽ അത് തിരിച്ചടിക്കുമോ എന്ന ചർച്ചകൾ, അതൊക്കെ നമ്മുടെ ഗ്രൗണ്ടിൽ അതൊക്കെ കാണുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നുണ്ട്. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇന്ത്യ സജ്ജമായിരിക്കുന്നു.